അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ അന്തരിച്ച വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. VS എല്ലാ മത സമുദായ വിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. മുസ്ലിം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിനും അദ്ദേഹം നിലകൊണ്ടു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ VSന്റെ ജനകീയ നേതൃത്വം വലിയ പിന്തുണ നേടി. അദ്ദേഹത്തിന്റെ ലാളിത്യവും ജനങ്ങളോടുള്ള അടുപ്പവും മുസ്ലിം സമുദായത്തിനിടയിൽ അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി. VSന്റെ മരണവാർത്തയറിഞ്ഞ കാന്തപുരം ഉസ്താദിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ വിയോഗത്തോടെ കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു അധ്യായമാണ് അവസാനിക്കുന്നത്. രാഷ്ട്രീയ ജീവിതം ഒരു ആശയമായി കണ്ട അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖമായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഉൾപ്പെടെ പലതവണ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പല വേദികളിലും ഒന്നിച്ചു പങ്കെടുത്തിട്ടുണ്ട്. മർക്കസിന്റെയും സുന്നി പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനങ്ങളെ അടുത്തറിയുകയും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മർക്കസ് സന്ദർശിക്കുകയും ചെയ്തു. സച്ചാർ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠനം നടത്തുകയും ന്യൂനപക്ഷ ക്ഷേമത്തിനായി ഒട്ടേറെ പദ്ധതികൾ സാധ്യമാക്കുകയും ചെയ്ത പാലൊളി കമ്മിറ്റി അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് നിയോഗിക്കപ്പെടുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് അനുവദിച്ച അലിഗഡ് സർവകലാശാല സെന്റർ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ സാക്ഷാത്കരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്ക് നേതൃപരമായ പങ്കുണ്ടായിരുന്നു. മറ്റു പലയിടത്തും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെന്നത് വസ്തുതയാണ്. കരിപ്പൂരിലെ ഹജ്ജ് ഹൗസ് മുസ്ലിം പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ ന്യൂനപക്ഷ അനുബന്ധമായ ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാധ്യമായിട്ടുണ്ട്. VSന്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെയും സ്നേഹജനങ്ങളെയും എൻ്റെ അനുശോചനം അറിയിക്കുന്നു. അതെ, കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് സമര പോരാളി വിട പറയുമ്പോൾ വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. ആ ശൂന്യത നികത്താൻ കഴിയാത്തത് തന്നെയാണ്. പ്രിയ VS അച്യുതാനന്ദന് പ്രണാമം.